യോഗാധ്യക്ഷൻ ശ്രീ ബാബു പരമേശ്വരൻ ജി, അതേപോലെ ഇവിടെ വളരെ ആദരവ് നമ്മൾ അർപ്പിച്ച പത്മവിഭൂഷൺ ശ്രീ പി നാരായൺ ജി, സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ വി വി പ്രശാന്ത്, നമ്മോടൊപ്പം ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുവാനായിട്ട് എത്തിയിരിക്കുന്ന വത്സേട്ടൻ, അതേപോലെ പ്രമേയം അവതരിപ്പിച്ച പ്രദീപ് ജി, കൂടാതെ വേദിയെയും സദസ്സിനെയും ധന്യമാക്കിയിരിക്കുന്ന പ്രിയപ്പെട്ട ഹിന്ദു സഹോദരങ്ങളെ, നിങ്ങൾക്കേവർക്കും ഹിന്ദു സനാതന ധർമ്മ സവിത്രിയുടെ പേരിൽ ഇവളുടെ പ്രണാമം. ഇന്ന് തൊടുപുഴയുടെ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എനിക്കും അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം നിങ്ങൾ ഒരു സിംഹഗർജനം കേൾക്കാനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഒരു പൂച്ച ഞരങ്ങിയാൽ എത്രത്തോളം വരുമെന്ന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഒരു വനിതാ പ്രാതിനിധ്യം എന്നുള്ള നിലയിലായിരിക്കാം ഒരു 30 മിനിറ്റ് എനിക്കും അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് നിങ്ങളോട്, അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന അമ്മമാരോട് സംസാരിക്കുക എന്നുള്ളതാണ് എന്നോട് പറഞ്ഞിരിക്കുന്ന വിഷയം. ബാക്കി ഏകതാ സമ്മേളനവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം ചർച്ച ചെയ്യുന്നതിനും വളരെ ഭംഗിയായി സംസാരിക്കുന്നതിനും വത്സേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഹിന്ദു ഏകതാ സമ്മേളനത്തില് അല്ലെങ്കിൽ വരുന്ന കാലഘട്ടത്തില് ഹിന്ദു വനിതകളെക്കുറിച്ചും അല്ലെങ്കിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ ഒത്തിരി ചർച്ച ചെയ്യുവാനുള്ള സമയമൊന്നുമില്ല. എങ്കിലും ഒരു ചെറിയ സന്ദേശം എന്നുള്ള നിലയിൽ മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഇവിടെ സംസാരിക്കുവാനുള്ളത്. നമുക്കറിയാം, രാഷ്ട്രീയ സ്വയം സേവക സംഘം അത് പിറന്നിട്ട് 100 വർഷം പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ സംഘത്തിന് വേണമെങ്കിൽ സംസ്ഥാന ലെവലില് അതുമല്ലെങ്കിൽ ദേശീയ ലെവലിലൊക്കെ വലിയ പരിപാടികൾ സംഘടിപ്പിച്ച് ഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ സംഘം ഇതേപോലെയുള്ള പഞ്ചായത്ത് അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ നഗരടിസ്ഥാനത്തിലും ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് താഴെത്തട്ടിലുള്ള മുഴുവൻ ഹൈന്ദവ സഹോദരങ്ങളെയും ഒന്നിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്തി ജാതിക്കും അല്ലെങ്കിൽ വിവേചനത്തിനും ഒക്കെ അതീതമായിട്ട് ഹിന്ദുവെന്ന ബോധം നമ്മെ ബന്ധുവാക്കണമെന്നുള്ള സന്ദേശത്തോടുകൂടി ഹിന്ദവ സോദര സർവേ എന്നുള്ള സന്ദേശം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിലും ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. നമുക്കറിയാം, ഭാരതത്തെ സംബന്ധിച്ച് പറയുമ്പം 100 വർഷം, അതായത് സംഘം രൂപപ്പെടുന്ന 100 വർഷത്തിന് മുമ്പേ ഉള്ള ഹിന്ദു സമാജവും അതുമല്ലെങ്കിൽ ഭാരതവും 100 വർഷത്തിനു ശേഷം ഇപ്പോൾ ഈ 2026 ഹിന്ദു സമാജവും ഭാരതവും ഒക്കെ നമ്മളൊന്ന് താരതമ്യം ചെയ്തു നോക്കാൻ കൂടിയിട്ടുള്ള അവസരമാണ് ഇത്. എനിക്ക് ഇവിടെ പങ്കെടുത്തിട്ടുള്ള അമ്മമാരോടും അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളോടും ഒക്കെ സൂചിപ്പിക്കാനുള്ളത് കുടുംബത്തെ കുറിച്ചാണ്. നമുക്ക് വരുന്ന അടുത്ത പ്രഭാഷണത്തില് കുടുംബ പ്രബോധനെ കുറിച്ചൊക്കെ വത്സേട്ടൻ സംസാരിക്കും. എങ്കിലും ഞാനൊരു അമ്മയായതുകൊണ്ട്, ഒരു കുടുംബനാഥയായതുകൊണ്ട് കുടുംബത്തെ തൊട്ട് തുടങ്ങാം എന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഭാരതം എന്ന് പറയുന്ന പുണ്യഭൂമി അമ്മമാരുടെ, അല്ലെങ്കിൽ ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഈ ഒരു നാടിന് മാത്രമേ ഉള്ളൂ. ഒരു സ്ത്രീ സങ്കല്പം, ഭാരത മാതാവ് എന്ന് പറയുന്ന സ്ത്രീ സങ്കല്പം. അതുമല്ലെങ്കിൽ ഹൈന്ദവ സമാജത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒന്നാണ് ദേവതാ സങ്കല്പം. ഒരു സ്ത്രീയുടെ രൂപത്തിലും ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്ന ഒരേ ഒരു ധർമ്മം എന്ന് പറയുന്നത് ഹൈന്ദവ ധർമ്മം മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഭാരതത്തില് അമ്മമാർക്ക് അല്ലെങ്കിൽ വനിതകൾക്കുള്ള സ്ഥാനം വളരെ വലുതാണെന്ന് നമുക്കറിയാം. ഈ ഭാരതഭൂമി അത്യന്തം സുചരിതരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർക്ക് ജന്മം നൽകിയിട്ടുള്ള പുണ്യഭൂമിയാണ് ഈ അമ്മ. ഈ അമ്മയുടെ മക്കളായിട്ടുള്ള പ്രത്യേകിച്ച് പെൺമക്കളുടെ സ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധമായ അഗ്നിയേക്കാൾ മേലെയായിരുന്നു എന്നാണ് നമ്മുടെ വൈദിക കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുമ്പം നമുക്ക് മനസ്സിലാകുന്നത്. പരിശുദ്ധമായിട്ടുള്ള അഗ്നിയേക്കാൾ മേലെയായിരുന്നു.
ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിയെ കുറിക്കുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ വൈഭവത്തെ കുറിക്കുന്ന ഏറ്റവും നല്ല അളവുകോൽ എന്തേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആ രാഷ്ട്രത്തിലെ സ്ത്രീജനങ്ങളോടുള്ള അതിന്റെ പെരുമാറ്റമാണ് ഒരു രാഷ്ട്രത്തിന്റെ നന്മയെ അല്ലെങ്കിൽ മഹിമയെ കുറിക്കുന്നത് എന്ന് ഞാൻ പറയും. അങ്ങനെ നോക്കുമ്പം ഭാരതത്തിന്റെ പുരോഗതിയിൽ അമ്മമാര് വഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീരത്നങ്ങൾ വഹിച്ചിട്ടുള്ള പദവി അല്ലെങ്കിൽ അവരുടെ സ്ഥാനം വളരെ വളരെ വലുതായിരുന്നു ഒരു കാലഘട്ടത്തിലെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു രാഷ്ട്രത്തിന്റെ പ്രാണൻ എന്ന് പറയുന്നത് അവിടുത്തെ സർക്കാരോ അല്ലെങ്കിൽ സർക്കാർ ഇതര സംവിധാനങ്ങളോ അല്ല, മറിച്ച് ആ നാടിന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന പ്രജകളാണ് അല്ലെങ്കിൽ ജനങ്ങളാണ് ഒരു നാടിന്റെ പ്രാണൻ എന്ന് പറയുന്നത്. ആ സംസ്കാരം ഉൾക്കൊള്ളുന്ന പ്രജകൾ എപ്പോഴില്ലാതാകുന്നോ അന്ന് ആ നാട് തന്നെ ഇല്ലാതാകും. അപ്പൊ നമുക്കറിയാം, ഭാരതത്തില് എക്കാലത്തും ആരാധിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീവർഗം അവരാണ് ഈ നാടിന്റെ സംസ്കാരത്തിന്റെ പ്രചാരകർ എന്ന് നമുക്കറിയാം. സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന അവരുടെ ജീവിത രീതി, ധാർമ്മിക മൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അതായത് വിശ്വാസ പ്രമാണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ അത് അമ്മമാരിൽ കൂടി മാത്രമാണ് സാധിക്കുന്നത് നമുക്കറിയാം. വൈദിക കാലഘട്ടത്തിലെ മഹിളകള് രാജസദസ്സില് രാജാക്കന്മാർക്ക് ധർമ്മോപദേശം നൽകുവാനായിട്ട് ജാഗരൂകരാകിട്ടിരുന്ന ബ്രഹ്മവാദിനികളായിട്ടുള്ള അനേകം സ്ത്രീ ജനങ്ങളാൽ പവിത്രമാക്കപ്പെട്ടതായിരുന്നു ഈ ഭൂമി. നമുക്കറിയാം, വേദം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഗാർഗി, അബാല, വിശ്വപാല, അതേപോലെ തന്നെ സുലഭ, അങ്ങനെ നിരവധി ബ്രഹ്മവാദിനികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു. ഇന്നത്തെ സ്ത്രീ സംരക്ഷകർ പറയുന്നത് പോലെ അല്ലെങ്കിൽ വിമോചന പ്രസ്ഥാനക്കാർ പറയുന്നത് പോലെ ഒരിക്കലും സ്ത്രീയെ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായിട്ട് കാണാത്ത ഒരേ ഒരു രാജ്യം അല്ലെങ്കിൽ സംസ്കാര സമ്പന്നമായ ഒരേ ഒരു രാഷ്ട്രമായിരുന്നു ഈ ഭാരതഭൂമി എന്ന് പറയാതെ വയ്യ. പിൽക്കാലത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ വൈദിക സംസ്കാരത്തിന്റെ ഒക്കെ അധപ്പതനം തുടങ്ങി മുമ്പോട്ട് വന്ന് അവിടെ പുരാണങ്ങള് അതല്ലെങ്കിൽ സീതയും ദമയന്തിയും കുന്തിയും ഒക്കെ അരങ്ങുവാണിടുന്ന കാലഘട്ടം കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പം ഇടക്കാല ആചാര്യന്മാരുടെ കടന്നുകയറ്റം നമ്മുടെ സംസ്കാരത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് പറയാതെ നിർവാഹമില്ല. നമുക്കറിയാം, ഇടക്കാല ആചാര്യന്മാരായിട്ടുള്ള തുളസീദാസ് അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള ആളുകൾ എഴുതി ഇടയ്ക്ക, അതേപോലെ മൃഗം, നാരി, ശൂദ്രൻ ഇവരൊക്കെ തല്ലിന് യോഗ്യരാണെന്ന് അദ്ദേഹം എഴുതി. അത് ഈ അടുത്ത സമയത്ത് വടക്കേ ഇന്ത്യയിൽ വലിയ വിവാദം, സ്ത്രീ വിമോചന പ്രക്ഷോഭം ഒക്കെ നടക്കേണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടക്കേണ്ടായി. പിന്നെ കേരളത്തിലേക്ക് വരുമ്പം കേരളത്തിന്റെ കവികള് ഇതിന്റെ ചുവട് പിടിച്ച് കേരളത്തിന്റെ പുരോഗമനവാദികളായിട്ടുള്ള കവികള് ഇവിടെ സ്ത്രീകൾ മുഴുവൻ അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മമാര് മുഴുവൻ നരകയാതന അനുഭവിക്കുന്നവരാകിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു തലത്തിലേക്ക് അവരുടെ കവിതകളും അതല്ലെങ്കിൽ അവരുടെ സാംസ്കാരികമായിട്ടുള്ള എല്ലാ മേഖലകളിലേക്കും അങ്ങനെയുള്ള ഒരു കടന്നുകയറ്റം ഉണ്ടായി. നമ്മുടെ കേരളത്തിന്റെ കവികൾ എഴുതി നാരികൾ വിശ്വവിപത്തിന്റെ നാരായ വേരുകൾ എന്നും അതേപോലെ അങ്കുശമാർന്നൊരു ചാവല്യമേ നിന്നെ മണ്ണിൽ അങ്ങനെ എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആവശ്യമില്ലാത്ത ഒരു വസ്തുവായിരുന്നു സ്ത്രീ സമൂഹം എന്നൊക്കെ, പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അടിച്ചമർത്തി അതിന്റെ പേര് പിടിച്ച് ഇന്നത്തെ വിപ്ലവ സമൂഹം, സ്ത്രീ വിമോചന പ്രസ്ഥാനക്കാര് ഇങ്ങനെ സ്ത്രീ സ്വാതന്ത്ര്യവുമായിട്ട് ഇറങ്ങുമ്പം നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് മുഴുവൻ ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തെ, സനാതന ധർമ്മ സംസ്കാരത്തെ നശിപ്പിക്കുവാനുള്ള ഒരു ആയുധമായിട്ടാണ് ഓരോ ആളുകളും ഇതിനെ കൊണ്ടുവരുന്നത് എന്ന് നമുക്കറിയാം. സംഘം അതിന്റെ 100-ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പം കുടുംബ പ്രബോധനയിലൂടെ അതേപോലെ ഭൂമിയെ സംരക്ഷിച്ച് പൗരധർമ്മം അനുഷ്ഠിച്ച് സ്വദേശി ശീലം വളർത്തിയെടുത്ത് സാമാജിക സമരസതയിലൂടെ ഒരു നല്ല രാഷ്ട്രത്തെ സൃഷ്ടിക്കുക, പുതിയ തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഏകതാ സമ്മേളനങ്ങൾ ഓരോ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രബോധന ദിനത്തിൽ പ്രാധാന്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു, അല്ലെങ്കിൽ അമ്മമാരോട് വിശേഷമായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പം അതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ ശത്രുക്കൾ, അത് വിദേശികരായിട്ടുള്ള ശത്രുക്കളായാലും സ്വദേശികരായിട്ടുള്ള ശത്രുക്കളായാലും അവർക്ക് നല്ല ബോധ്യമുണ്ട് ഈ നാടിനെ ഒരു യുദ്ധം കൊണ്ട് നശിപ്പിക്കുവാൻ സാധിക്കില്ല എന്ന് നമ്മുടെ ശത്രുക്കൾക്ക്
നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടൊരു യുദ്ധം കൊണ്ട് ഈ നാടിനെ നശിപ്പിക്കുവാൻ സാധിക്കില്ല എങ്കിൽ എന്തു ചെയ്യണം? ഈ നാടിന്റെ സംസ്കാരത്തെ ഇല്ലാതാക്കണം. ഈ ഭാരതമാതാവിന്റെ ആത്മാവാണ് സനാതന ധർമ്മം എന്ന് പറയുന്ന ഹിന്ദുമതം. ഭാരതവും ഹിന്ദു സംസ്കാരവും അല്ലെങ്കിൽ സനാതന ധർമ്മവും ശരീരവും ആത്മാവും എന്നതുപോലെ പരസ്പര ബദ്ധമാണ്. നമുക്കറിയാം, ഈ ആത്മാവില്ലാത്ത ഏതൊന്നും ജഡമാണ്. ഭാരതത്തിന്റെ ആത്മാവായിട്ടുള്ള ഹിന്ദുമതം അല്ലെങ്കിൽ സനാതന ധർമ്മം ഇല്ലാതായി കഴിഞ്ഞാൽ ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തെ ഒരു ജഡാവസ്ഥയിലേക്ക് എത്തിക്കുവാൻ സാധിക്കുമെന്നും അങ്ങനെ ഇതിന്റെ നാശം കാണാമെന്നും ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വദേശികരും വിദേശികരുമായിട്ടുള്ള ശത്രുക്കൾ ചേർന്ന് അവര് മെനഞ്ഞെടുത്ത ആ ഒരു കാര്യത്തിന്റെ ഭാഗമാണ് കുടുംബ സംവിധാനം തകർക്കുക എന്നുള്ളത്. ഭാരതത്തിന്റെ ആത്മാവാണ് ഹിന്ദുമതം എന്ന് പറയുന്നത് പോലെ ആ ഹിന്ദുമതത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ഹിന്ദുമതം കുടികൊള്ളുന്നത് കുടുംബങ്ങളിലൂടെയാണ്. കുടുംബങ്ങളിലൂടെ വളർന്നു വരുന്ന വ്യക്തിത്വങ്ങളെയാണ് അടുത്ത തലമുറയ്ക്ക് ആവശ്യം. അത്തരത്തിലുള്ള ആ കുടുംബത്തിന്റെ അടിത്തറ തന്നെ അങ്ങ് ഇളക്കാമെങ്കിൽ അവിടെ നിന്നും ഈ രാഷ്ട്രത്തിന്റെ നാശം തുടക്കാം എന്നുള്ള ആ ഉത്തമ ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കുടുംബ വ്യവസ്ഥിതിയെ തകിടം മറിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകള് കുടുംബത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു സ്ഥാനവും ഇവിടെ കൽപ്പിക്കാതെ നമ്മുടെ മക്കളെ വഴിതെറ്റിച്ചു വിട്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബം എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ അടിത്തറ അല്ലെങ്കിൽ നെടുന്തൂൺ എന്ന് പറയുന്നത് അമ്മയാണ്. ആ അമ്മ എപ്രകാരമാണോ ആ സൗധത്തെ, കുടുംബമാകുന്ന സൗധത്തെ താങ്ങി നിർത്തുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത്, അതിനനുസരിച്ചായിരിക്കും അതിന്റെ വിജയവും പരാജയവും ഒക്കെ സംഭവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, ഉത്തമയായ ഒരു കുടുംബിനി അല്ലെങ്കിൽ ഒരു വീട്ടമ്മ കുടുംബം പരിപാലിക്കുന്നതും ഭഗവാൻ ഈ പ്രപഞ്ചം പരിപാലിക്കുന്നതും ഒരേ തരത്തിലുള്ള കടമയാണത്രേ. എന്താ വീട്ടമ്മ ചെയ്യുന്നത്? തന്റെ ഗൃഹത്തിലുള്ള ആളുകളുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അകറ്റേണ്ടവരെ അകറ്റി നിർത്തി അടുപ്പിക്കേണ്ടവരെ അടുപ്പിച്ച് അങ്ങനെ ഓരോ വ്യക്തികളെയും സുഖത്തിലൂടെ സഞ്ചരിപ്പിക്കുന്ന ദേവതയാണ് അമ്മ എന്ന് നമ്മുടെ ആചാര്യന്മാർ പറയുന്നു. ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താ? ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തി ഈ പ്രപഞ്ചത്തിലെ ഗാലക്സിയിലെ ഓരോ ഗ്രഹങ്ങളെയും തമ്മിൽ കൂട്ടിയിടിപ്പിക്കാതെ ഒരു പശുവിനെ കുറ്റിയിൽ കെട്ടിയിരിക്കുന്നത് പോലെ അവയ്ക്ക് പ്രത്യേകം ഭ്രമണപഥങ്ങൾ നിശ്ചയിച്ചു കൊടുത്ത് അവയെ ഇങ്ങനെ സുപഥങ്ങളിലൂടെ സഞ്ചരിപ്പിക്കുന്ന ഭഗവാൻ ചെയ്യുന്നതും ഇതേ കടമ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത്, ഉത്തമയായ ഒരു അമ്മയും ഭഗവാനും ചെയ്യുന്നത് ഒരേ കർത്തവ്യം തന്നെയാണെന്ന്. അങ്ങനെയുള്ള ഒരു അമ്മ നയിക്കുന്ന വീട് എപ്രകാരമാണ് നശിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ കുടുംബ വ്യവസ്ഥയെ തകർത്തെറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കോർത്തു പോകേണ്ടുന്ന ഇടമാണ് കുടുംബം എമ്പമുള്ളതെന്നുള്ളതല്ല, മറിച്ച് കോർത്തു പോകേണ്ടുന്ന ഇടമാണ് കുടുംബം. കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും സുഖമായാലും ദുഃഖമായാലും അവരെ ബാധിക്കുന്നത് ഒരേ തരത്തിലാണ്. ഒരാൾക്കൊരു ദുഃഖം വന്നാൽ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒരേ അളവിലാണ് ആ ദുഃഖത്തിന്റെ വ്യാപ്തി അനുഭവിക്കുക. ഒരു സന്തോഷം വന്നാലോ അതേ വ്യാപ്തിയിൽ തന്നെയാണ് ആ കുടുംബത്തിലെ ഓരോ അംഗത്തിനും ആ സന്തോഷവും അനുഭവിക്കാൻ കഴിയുക. അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നാണ്, അങ്ങനെയുള്ള അമ്മമാരുള്ള കുടുംബത്തിൽ നിന്നാണ് ഓരോ വ്യക്തിയും വ്യക്തി നിർമ്മാണത്തിലൂടെ ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിയിലേക്ക് എത്തേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. നമുക്കറിയാം, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളർത്തുന്നത് അമ്മമാരാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകുന്നത് വീടുകളിൽ നിന്നാണ്. ഒരു വീട്ടിൽ നിന്നാണ് ഒരു സന്യാസി ഉണ്ടാകുന്നത്, ഒരു വീട്ടിൽ നിന്നാണ് ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടാകുന്നത്, ഒരു വീട്ടിൽ നിന്നാണ് ഒരു കളക്ടറും മന്ത്രിയും ഉണ്ടാകുന്നത്. അതേപോലെ ഒരു വീട്ടിൽ നിന്നാണ് ഒരു വലിയ കള്ളനും ഭീകരവാദിയും അല്ലെങ്കിൽ രാജ്യത്തെ നശിപ്പിക്കുന്ന ക്ഷുദ്ര ശക്തികളും ഒക്കെ ഉണ്ടാകുന്നത് ഇതേപോലെയുള്ള വീടുകളിൽ നിന്നാണ്. ഇപ്പൊ കുടുംബത്തിന്റെ അന്തരീക്ഷം നന്നായി അമ്മമാരല്ലെങ്കിൽ ഭാരതത്തിന്റെ മഹിളകള് സ്വത്വബോധം തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ആ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിനായിട്ട്, ഭാരതത്തിന്റെ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നതിനായിട്ട് ഉള്ള ആ ഒരു പരിശീലനം കൂടിയാണ് നമ്മൾ ഹിന്ദു ഏകതാ സമ്മേളനങ്ങളിൽ കൂടിയിട്ട്, അല്ലെങ്കിൽ പരിശീലനമല്ല, ഒരു സന്ദേശം കൂടിയാണ് നമുക്ക് ഇവർക്കൊക്കെ നൽകാനുള്ളത്. ഇന്നത്തെ സാഹചര്യത്തില് നവോത്ഥാനത്തിന്റെ
പേര് പറഞ്ഞ് എന്തെല്ലാം കോപ്രായങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന ആളുകള് എന്തെല്ലാം സമരങ്ങളാണ് ചെയ്യുന്നത്. അറിയാതെ നമ്മുടെ മക്കള് അതിലേക്ക് ആകൃഷ്ടരായി ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കാണുന്നതാണ്. ഒരു അമ്മയെ കുറിച്ച് പറയുമ്പം ഭാരതത്തിന്റെ ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നു, ഭാരതത്തിൽ അമ്മമാര് പൂജിക്കപ്പെടേണ്ടവരാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? നന്മയ്ക്കോ തിന്മയ്ക്കോ ആയിട്ടുള്ള ഒരു പുതിയ ആത്മാവിനെ ഈ ഇഹത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന മഹത്തായ കർത്തവ്യം ചെയ്യുന്ന സ്ത്രീ പൂജനീയയാണ് എന്നാണ് ഭാരതത്തിന്റെ വിശ്വാസം. നന്മയ്ക്കോ തിന്മയ്ക്കോ ആയിട്ടുള്ള ഒരു പുതിയ ആത്മാവിനെ, ആ ആത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നാൽ ഒരു പക്ഷേ അത് ഈ രാജ്യം അല്ലെങ്കിൽ ഈ ഭൂമി നശിപ്പിക്കാം, അതുമല്ലെങ്കിൽ ഈ ഭൂമിയുടെ രക്ഷകനായിട്ട് മാറാം. രണ്ടായാലും വളരെ വലിയ ഒരു ശക്തി പുഞ്ചത്തെ ഈ ഭൂമിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന മഹത്തായ കർത്തവ്യമാണ് അമ്മ ചെയ്യുന്നത്. അത് ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തുള്ള സകലമാണ് സ്ത്രീകളും ചെയ്യുന്നത്. പക്ഷേ ഭാരതം അത്ര അധികം ഈ കഷ്ടപ്പെടുന്ന, ത്യാഗം അനുഭവിക്കുന്ന അമ്മമാരെ ദേവതാ സങ്കല്പത്തിലാണ് കണ്ടുവരുന്നത്. കൊണ്ടാണ് അമ്മമാർക്ക് പ്രത്യേക സ്ഥാനം നമ്മുടെ ആചാര്യന്മാര് നൽകിയിരിക്കുന്നത്. ഈ കുഞ്ഞ് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ആദ്യ ഗുരുവെന്ന് പറയുന്നത് അമ്മയാണ്. അമ്മ അച്ഛനെ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്റെ കുഞ്ഞിന്റെ ആദ്യ ഗുരുവാകും. പ്രസവമൊക്കെ കഴിഞ്ഞു കിടക്കുന്ന അമ്മയുടെ അടുത്തേക്ക്, കുഞ്ഞിന്റെ അടുത്തേക്ക് ഭർത്താവ് വരുമ്പം വളരെ ക്ഷീണിതയായിട്ട് അമ്മ ഒന്നും അറിയാത്ത കുഞ്ഞിനെ നോക്കിയിട്ട് പറയും, മോനെ അല്ലെങ്കിൽ മോളെ, ദേ അച്ഛൻ, അച്ഛാ എന്ന് വിളിക്ക് എന്ന് പറയും. കുഞ്ഞിനറിയില്ല ഇത് അച്ഛനാണോ മൃഗമാണോ വേറെന്തെങ്കിലും ജീവിയാണോ എന്നൊന്നും കുഞ്ഞിനറിയില്ല. പക്ഷേ അമ്മ പറയും, ഇതാണ് അച്ഛൻ, അച്ഛാ എന്ന് വിളിക്ക് എന്ന് അമ്മ പറയും. അങ്ങനെ കുഞ്ഞിന് അമ്മമാരെയാണ് വിശ്വാസം. കുഞ്ഞ് പറയില്ല ഞാൻ DNA ടെസ്റ്റ് നടത്തിയിട്ട് വരട്ടെ എന്നിട്ട് വിശ്വസിക്കാമെന്ന് കുഞ്ഞ് പറയില്ല. കുഞ്ഞെന്ത് ചെയ്യും? അന്ന് മുതൽ അമ്മ പറയുന്നത് കേട്ട് അച്ഛനെ മനസ്സിലാക്കി പിന്നെ അമ്മമാരെന്ത് ചെയ്യും? പ്രപഞ്ചത്തെ പരിചയപ്പെടുത്തും. ഈ ചോറ് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന രീതിയിൽ അമ്പിളിമാമനെ പരിചയപ്പെടുത്തും. പൂക്കളെയും അതേപോലെ തന്നെ പുൽക്കൊടിയെയും പട്ടിയെയും പൂച്ചയെയും അതേപോലെ സകല പ്രാണികളെയും അങ്ങനെ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഒക്കെ അമ്മ പരിചയപ്പെടുത്തി ആദ്യത്തെ ഗുരുവായി ആ അമ്മയുടെ കൈ പിടിച്ച കുഞ്ഞ്, വളരുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്നും എപ്പോഴാണോ അമ്മയുടെ കൈ വിടുന്നത് അപ്പോഴ് ആ കുടുംബത്തിന്റെ അധപ്പതനം തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഞാൻ പറയും. കാരണം കുഞ്ഞിന് വേണ്ടുന്ന ഭക്ഷണം ഏതെന്ന് ഒരിക്കൽ പോലും കുഞ്ഞ് പറഞ്ഞിട്ടല്ല അമ്മ കൊടുക്കുന്നത്. അവന്റെ ആരോഗ്യത്തിന് പറ്റുന്ന ഭക്ഷണം ഏത്, പോഷകാഹാരം ഏതെന്ന് അവൻ പറയാതെ അമ്മ നിശ്ചയിക്കും. എന്റെ കുഞ്ഞിന് നന്നായിട്ട് വളരാനുള്ള പോഷകാഹാരം എന്താണ് വേണ്ടതെന്ന്. പിന്നീടോ അവൻ ഏത് ഡ്രസ്സിട്ടാലാണ് ചേരുക എന്നുള്ളതും അമ്മ നിശ്ചയിക്കും, കുഞ്ഞു പറഞ്ഞിട്ടല്ല. അങ്ങനെ ഓരോന്നും നല്ല കാര്യങ്ങൾ അമ്മ നിശ്ചയിച്ചു പറഞ്ഞു കൊടുക്കുമ്പം എന്തുകൊണ്ട് അവന്റെ ഭാവിയിലേക്കുള്ള വളർച്ച അതേപോലെ നല്ലതാകണമെന്ന് അമ്മമാര് ചിന്തിക്കുന്നില്ല. അത് കൂടുതലും ഹിന്ദു അമ്മമാരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ അവന്റെ കൈ വിട്ട് അവൻ അങ്ങനെ പാറി നടക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. നമ്മുടെ സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പറയും, കുട്ടികളെ പട്ടം പോലെ പറത്തിവിടണം, അവരങ്ങനെ പറക്കട്ടെ, അവർക്കുള്ളതാണ് ലോകം, ലോകം അവർ കീഴടക്കട്ടെ എന്ന് നമ്മുടെ സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പറയും. ശരിയാണ്, നമ്മുടെ മക്കള് വളർന്നു വലുതായി അവർ ലോകം കീഴടക്കണം. പക്ഷേ പട്ടം പോലെ ഈ കുഞ്ഞുങ്ങളെ പറത്തിവിടുമ്പം ആ പട്ടത്തിന്റെ അറ്റത്തൊരു നൂല് കാണും. ആ നൂലില് ഈ രക്ഷകർത്താക്കളൊന്നും പിടിച്ചില്ല എങ്കിൽ ഈ പട്ടം അങ്ങനെ പിടിവിട്ട് പറന്ന് ഏതെങ്കിലും ബഹുനില കെട്ടിടത്തിന്റെയോ വലിയ മരത്തിന്റെയോ ചില്ലകളിലൊക്കെ കുടുങ്ങി ആ പട്ടം നശിച്ചില്ലാതെയാകും. അതുകൊണ്ടാണ് പറയുന്നത്, ആ പട്ടത്തിന്റെ അറ്റത്തുള്ള ചെറിയ നൂലില് അമ്മമാരല്ലെങ്കിൽ രക്ഷകർത്താക്കളൊന്ന് പിടിച്ച് അതിനെ നേർവഴിക്ക് നയിച്ചില്ല എങ്കിൽ ഇന്ന് നമ്മുടെ ഹിന്ദു ഭവനങ്ങളിൽ കാണുന്ന ഒരുപാട് അപചയത്തിന്റെ കാര്യവും കാരണങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെ നിയന്ത്രണമില്ലാതെ അവരാരാണെന്ന് മനസ്സിലാക്കാതെ അങ്ങനെ അഴിച്ചു വിടുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ പറയും. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ആധ്യാത്മിക പ്രഭാഷകയാണ്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ പ്രഭാഷണം കഴിഞ്ഞിറങ്ങുമ്പം ഒരുപാട് ആളുകൾ നമ്മെ കാണാനായിട്ട് വന്ന് നിൽക്കും. അപ്പൊ അവര് പറയുന്നൊരു കാര്യമുണ്ട്, ചേച്ചി ഇനി പോകുന്ന സ്ഥലങ്ങളിൽ ഇതുകൂടി പറയണേ എന്ന് പറഞ്ഞ് അനുഭവങ്ങൾ പറയുമ്പം ഞാൻ ലജ്ജിച്ചു നിൽക്കാറുണ്ട്. സംസ്കാര സമ്പന്നരെന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണോ ഇതെന്നൊക്കെ അന്തിച്ചങ്ങനെ നിൽക്കാറുണ്ട്. നമുക്ക്
എല്ലാറ്റിനെയും വെല്ലുവിളിക്കുവാനുള്ള ആ ഒരു ബോധമാ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്യരുത് എന്നുള്ള ചോദ്യം അടുത്തതായിട്ട് വരും. എന്തുകൊണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തകർത്തെറിഞ്ഞ് മറ്റുള്ളവർക്കൊപ്പം കൈകോർത്ത് പോയിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ അന്ധവിശ്വാസവും ഈ എതിരിടയിലുമെല്ലാം ഹൈന്ദവ സമാജത്തിലെ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവരെല്ലാം നല്ല അന്തസ്സോട് കൂടിയിട്ട് അവരുടെ ആളുകൾ രക്ഷകർത്താക്കൾ വളർത്തുന്നുണ്ട്. അവർക്ക് അവരുടെ മതബോധം അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തെ കുറിച്ച് നന്നായിട്ട് അവരെ പഠിപ്പിച്ചു തന്നെയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സംസ്കാര ബോധവും സ്വത്വബോധവും ഇല്ലാതെ വളർത്തുന്നത് ഹിന്ദുക്കളുടെ കുട്ടികളെ മാത്രമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, മതമില്ലാതെ അല്ലെങ്കിൽ യാതൊരു എന്താ പറയുന്ന ഭേദഭാവവും ഇല്ലാതെ ഈ ഭൂമിയിലേക്ക് വരുന്ന കുഞ്ഞിനെ നമ്മൾ അമ്മമാര് വളർത്തുന്നു അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ വളർത്തുന്നു, അവരല്ലെങ്കിൽ അങ്ങനെ വളർന്നു വരുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും എല്ലാവരുടെയും വീട്ടുകളിൽ സംഭവിക്കുന്ന കാര്യം ഇത്. പക്ഷേ ക്രിസ്ത്യാനിയുടെ കുഞ്ഞ് അവരുടെ മതം പഠിച്ച് അവന്റെ സംസ്കാരം പഠിച്ച് നല്ല ഒന്നാന്തരം ഒരു ക്രിസ്ത്യനായിട്ട് വളരും. ഇസ്ലാമിന്റെ കുഞ്ഞ് അവന്റെ മതം പഠിച്ച് അവരുടെ വിശ്വാസങ്ങൾക്കെല്ലാം അധിഷ്ഠിതമായിട്ട് അവൻ ജീവിച്ച് അവൻ നല്ല ഒന്നാന്തരം ഒരു ഇസ്ലാമായിട്ട് മാറും. വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ ഇതേപോലെ വളരുന്ന ഹിന്ദുവിന്റെ കുഞ്ഞു മാത്രം അവന്റെ മതം പഠിക്കാതെ അവന്റെ സംസ്കാരം പഠിക്കാതെ ജന്തുവായിട്ട് മാറും. അത് മാത്രമാ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ജന്തുവായിട്ട് മാറുന്ന മക്കളെ കൊണ്ട് വീട്ടിലുള്ളവർക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവൻ തന്നെ നേരെ നിന്ന് ചോദിക്കുന്നു, ഹിന്ദു മതത്തിന് നേരെ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന് നേരെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് അവനെ ആയുധമാക്കിക്കൊണ്ട് ഇവിടുത്തെ മറ്റ് ശത്രുവർഗം നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ ആയുധമാക്കുന്നു, ഈ നാടിനെ നശിപ്പിക്കുവാനും നമ്മുടെ സമൂഹത്തെ നമ്മുടെ സമാജത്തെ നശിപ്പിക്കുവാനും. അറിഞ്ഞോ അറിയാതെയോ നമ്മളും അതിന് ഭാഗവാക്കാണ്. കാരണം അവന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാതെ അവൻ ആരാണെന്നുള്ള ബോധം അവന് തന്നെ നൽകാതെ കണ്ട് അവനെ ഇങ്ങനെ പഠിച്ചു വിട്ട് കഴിയുമ്പം നമുക്കറിയാം, നമുക്ക് വലിയ വീടും രണ്ട് നില വീടും കാറും ഏതെങ്കിലും അമേരിക്കയോ ഇംഗ്ലണ്ടോ ഒക്കെയുള്ള ജോലിയും ഇത് മാത്രമോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് അവനെ വിടുമ്പം അവന് ഈ പറയുന്ന സ്നേഹം, ദയ, കാരുണ്യം തുടങ്ങിയ വികാരങ്ങളോ അതല്ലെങ്കിൽ അവൻ ആരാണെന്നുള്ള ബോധമോ ഈ രാജ്യത്തെ കുറിച്ചുള്ള ചിന്തയോ അയൽവാസിയെ സ്നേഹിക്കണമെന്നോ ഒന്നും പറഞ്ഞു കൊടുക്കാതെ നമ്മൾ അങ്ങനെ വളർത്തുമ്പം എല്ലാം പഠിച്ചിട്ട് വരുന്ന ഒരു കൂട്ടരുടെ ഇടയിലേക്ക് അവൻ അങ്ങനെ ഇറങ്ങിച്ചെന്ന് അവനെ ആയുധമാക്കുന്നു എന്നാ ഞാൻ പറഞ്ഞു വന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ബാലഗോകുലത്തിൽ കൂടി വളർന്നു വന്ന ഒരാളായതുകൊണ്ട് ബാലഗോകുലത്തിന്റെ ഒരു പുതിയ ബാലഗോകുലം തുടങ്ങുന്ന ഒരു ഉദ്ഘാടന സ്ഥലത്തേക്ക് എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടെ ചെന്നൊരു 60ഓളം കുട്ടികൾ പുതുതായിട്ട് തുടങ്ങാണ്. എല്ലാവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ മക്കള്. ആ മക്കളുടെ അടുത്തേക്ക് 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുഞ്ഞുങ്ങള്. ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചെന്ന് കുറച്ച് കാര്യങ്ങളും കുറച്ച് ചിരിയും കളിയും ഒക്കെ ഇരുന്നപ്പം ഞാൻ വെറുതെ അവരോട് ചോദിച്ചു, അവിടെ ഒരു കൃഷ്ണ വിഗ്രഹം മാല ചാർത്തി വെച്ചിരിക്കുന്നത് ബാലഗോകുലത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു, മക്കളെ ഇതാരാ? അവിടെ നിശബ്ദമായിരുന്നു. ഇതാരാണെന്ന് ചോദിച്ചപ്പം ആ കുഞ്ഞുങ്ങൾ അവിടെ ബാലഗോകുലം തുടങ്ങുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ അവിടെ നിശബ്ദമായിട്ടിരുന്നു. ഞാൻ അവരോടൊപ്പം അടുത്ത ചോദ്യം ചോദിച്ചു, മക്കളെ നിങ്ങളെ ഇസ്ലാം മതത്തിലെ കൂട്ടുകാർക്ക് അവരുടെ ഈശ്വര സങ്കല്പത്തെ കുറിച്ച് അറിയാനുള്ള വഴി എന്താ എന്ന് ഞാൻ ചോദിച്ചു. അവരൊറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് പറഞ്ഞു, ടീച്ചറെ അവര് മദ്രസയിൽ പോകും. ഇപ്പൊ ചോദിച്ചു, നിങ്ങളുടെ ക്രിസ്തു മതത്തിലെ പെട്ട സഹോദരങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, അവർക്ക് അവരുടെ ഈശ്വര സങ്കല്പത്തെ കുറിച്ച് അറിയാനുള്ള വഴി എന്താ എന്ന് ചോദിച്ചപ്പം അവരതുപോലെ തന്നെ പറഞ്ഞു, അവര് സൺഡേ സ്കൂളിൽ പോകും. ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് ഭഗവാൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുമ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നെത്തുന്ന രൂപം എന്താ എന്ന് ചോദിച്ചപ്പം അവിടെ നിശബ്ദമായിരുന്നു. എന്താണ് ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചപ്പം നിശബ്ദമായി. ഞാൻ ചോദിച്ചു, എന്നെ ഭയന്നിട്ടാണോ എന്ന് ചോദിച്ചപ്പം മറുപടിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോടല്ല സംസാരിക്കേണ്ടത്, നിങ്ങളുടെ അമ്മമാരോടാണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മിടുക്കൻ ചാടി എണീറ്റിട്ട് എന്നോട് പറഞ്ഞു, ടീച്ചറെ എൻ്റെ അമ്മയെ കണ്ട യാതൊരു രക്ഷയില്ല. ഞാൻ ചോദിച്ചു, അതെന്തേ മോൻ്റെ അമ്മയെ കണ്ട രക്ഷയില്ലാത്തത്? അപ്പം അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ടീച്ചറെ എൻ്റെ അമ്മ അന്നല്ല ജനിച്ചത്, ഇന്നാണ് ജനിച്ചത്. അപ്പം ഞാൻ അവനോട് കൂടുതൽ വിശദമായിട്ട് ചോദിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, അവൻ ചിന്തിക്കുന്നത് ദൈവം എന്ന് പറയുന്ന ആള് പണ്ടങ്ങോ ജീവിച്ചിരുന്ന ഒരു വ്യക്തി അങ്ങേരങ്ങ് ചത്തുപോയി. എൻ്റെ അമ്മ അന്ന് ജീവിച്ചിട്ടില്ല, ജനിച്ചിട്ടില്ല. എൻ്റെ അമ്മ ഇന്നാണ് ജനിച്ചത്. ഇവർ തമ്മിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ എൻ്റെ അമ്മ പറയുക?
എന്ന് ചോദിച്ചു. ആലോചിച്ച് നോക്കിക്കേ, 8ാം ക്ലാസ്സുകാരൻ, ഇംഗ്ലീഷ് മീഡിയത്തിലെ 8ാം ക്ലാസ്സുകാരൻ്റെ ആ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ, അവൻ്റെ അമ്മയ്ക്ക് അതല്ലെങ്കിൽ അവൻ്റെ വീട്ടിലുള്ളവർക്ക് എന്താണ് അവൻ്റെ സംസ്കാരമെന്നോ എന്താണോ ക്ഷേത്രമെന്നോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ സമയമില്ലാതെ കണ്ട് ഓടുന്ന ആളുകളുടെ ഇടയില നമ്മൾ ജീവിക്കുന്നതെന്ന് മാത്രം. അങ്ങനെ ഓടിപ്പോകുന്നതിന് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? ഈ അടുത്ത സമയത്ത് പാർലമെന്റിൽ ഒരു MP സംസാരിക്കുകയുണ്ടായി. എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു വനിത പറഞ്ഞത്രേ, സർ, എനിക്ക് 7 മണിക്ക് ശേഷം എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന മകൻ രാത്രി 9 മണിക്ക് തിരിച്ചു വരുമ്പം ഞാൻ കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേട്ട് ചെന്ന് കതക് തുറക്കുമ്പോൾ ഭയമാണ്, കതക് തുറക്കാൻ ഭയമാണ് സർ എന്ന് പറഞ്ഞു. കാരണം എന്താ? 7 മണിക്ക് ശേഷം വീടിന് വെളിയിലേക്ക് പോകുന്ന മകൻ രാത്രി 9 മണിക്ക് വീട്ടിലേക്ക് വരുമ്പം കതക് തുറന്നു കൊടുക്കുന്ന അമ്മയെ അവൻ കാണുന്നത് വെറും ഒരു മാംസപിണ്ഡമായിട്ടാണ്, ഒരു സ്ത്രീ ശരീരമായിട്ടാണ്. സ്വന്തം മക്കളുടെ കൺമുമ്പിൽ നിന്ന് ശരീരം മറയ്ക്കാൻ പാടുപെടുന്ന അമ്മമാരുടെ നാടായിട്ടു കേരളം മാറി. എന്തുകൊണ്ടാണ് മാറിയത്? സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ മൂല്യച്യുതി ഈ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പം ഈ മൂല്യച്യുതി മുഴുവനും ഏറ്റുവാങ്ങേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇരയാകേണ്ടി വരുന്നത് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനാണ്. കാരണം അവര് മാത്രമാണ് ഉണ്ടും ഉറങ്ങിയും അങ്ങനെ അവരുടെ ജീവിതം പാഴാക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം സംസ്കാരത്തെ സ്നേഹിക്കണം. മക്കളുടെ ഓരോ വഴിപിഴച്ച പോക്കിനും കാരണക്കാര് അവർ വഴിപിഴച്ച് പോയി കഴിയുമ്പം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതല്ല, നമ്മൾ തന്നെയാണ് ചെയ്ത തെറ്റ്. കാരണം മക്കൾ ആഗ്രഹിച്ചിട്ടല്ല മക്കളെ നമ്മൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്, മറിച്ച് നമ്മുടെ ആഗ്രഹപ്രകാരം അവരിവിടേക്ക് വന്നു കഴിയുമ്പം നേർവഴി കാണിച്ചു കൊടുത്തവരെ ഒരു നല്ല തലമുറയിലേക്ക് വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിലും ഇതിഹാസത്തിലും പുരാണങ്ങളിലും ഒക്കെ ആയിട്ട് നമ്മുടെ ആചാര്യന്മാര് നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് ആരെ പോലെ ആകണമെന്നുള്ള ഒരു റോൾ മോഡൽ മക്കളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നീ ഇതേപോലെ ആകെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മമാരും അച്ഛന്മാരും കുടുംബ അന്തരീക്ഷവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കള് ഈ പറഞ്ഞ തരത്തിലേക്ക് അധപ്പതിക്കില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ രാജ്യദ്രോഹികളാകുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മൂല്യച്യുതി സംഭവിച്ച് ഈ നവോത്ഥാനത്തിന്റെ പുറകെ പോകുന്ന ആളുകളാ. ജാതിയും ജാതിയും വിവേചനവും ഒക്കെ പറഞ്ഞിട്ട് എപ്പോഴൊക്കെയാണോ, അതായത് പണ്ടെങ്ങോ കാലത്തുണ്ടായിരുന്ന ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങളെ മഹാത്മാ അയ്യൻകാളിയും പണ്ഡിറ്റ് കറുപ്പനും ശ്രീനാരായണ ഗുരുദേവനും അയ്യ വൈകുണ്ഠസ്വാമികളും അതേപോലെ ചട്ടമ്പിസ്വാമി തിരുവടികളും മന്നത്ത് പത്മനാഭനും ചേർന്ന് കുഴിച്ചു മൂടിയ ആ ചീഞ്ഞളിഞ്ഞ ജാതി ചിന്തയെ ഇന്ന് കുഴിമാന്തി പുറത്തെടുത്ത് നിന്നോട് പണ്ട് അങ്ങനെ ചെയ്തിട്ടില്ലേ, എന്നോട് പണ്ട് അങ്ങനെ ചെയ്തതിന്റെ പ്രതികാരം നീ ഇന്ന് ചോദിക്കണമെന്ന് രാഷ്ട്രീയ കോമരങ്ങൾ പറഞ്ഞു കൊടുത്ത് 4 വോട്ടിന് വേണ്ടിയിട്ട് ഹിന്ദു ജനതയെ ഭിന്നിപ്പിക്കുമ്പം ഇവരുടെ തന്ത്രത്തിലാണ് തങ്ങൾ ചെന്ന് വീഴുന്നതെന്ന് മനസ്സിലാക്കാതെ കണ്ട് നമ്മൾ അങ്ങനെ പോകുക, തലയ്ക്ക് വെളിവില്ലാതെ പോകുക. മറ്റൊരു സ്ഥലത്തോ ഫ്രിപ്പറും റാപ്പനും വേടനും ഗാർഡനും ഒക്കെ ചേർന്നിട്ട് ആഭാസത്തരമായിട്ടുള്ള നൃത്തങ്ങളും പാട്ടുകളും ഒക്കെ കൊണ്ട് നമ്മുടെ മക്കളുടെ മനസ്സിനെ കീഴടക്കുക. ഇതൊന്നും അറിയാതെ സീരിയലും കണ്ട് കപ്പയും മീനും കഴിച്ച് നമ്മൾ അങ്ങനെ മുമ്പോട്ട് പോകുന്ന രീതിയിൽ തിരിഞ്ഞു ചിന്തിക്കേണ്ടുന്ന സമയമായിരിക്കുന്നു, ഒന്നിക്കേണ്ട സമയമായിരിക്കുന്നു. ഒന്നിച്ചില്ല എങ്കിൽ നമ്മുടെ പടിവാതിലെത്തിയ ദുരന്തം നമ്മൾ ഇനി നമ്മുടെ വീട്ടിലേക്ക് കൂടി വരുവാൻ പോകുകയാണെന്നുള്ള കാര്യം ഇവിടെ പറയാതെ വയ്യ. രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിന്റെ 100ാം വർഷത്തില് ഇതേപോലെയുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് നിങ്ങൾ കരുതും പോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് 4 വോട്ട് നേടുന്നതിനോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ നേരെ വാളെടുത്തു പോരാടാനോ ആഹ്വാനം ചെയ്യാനല്ല, മറിച്ച് ഹിന്ദുക്കളുടെ ഇടയിലെ ഭിന്നത മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഏതു രാഷ്ട്രീയക്കാരനുമാകട്ടെ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവോ കോൺഗ്രസ് ഹിന്ദുവോ BJP ഹിന്ദുവോ ഇനി അതുമല്ലെങ്കിൽ SDPI ഹിന്ദുവോ ആയിക്കൊള്ളട്ടെ, പക്ഷേ സ്വത്വബോധം എന്നുള്ള ഇല്ല എങ്കിൽ അധപ്പതനത്തിന്റെ വക്കിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു, നമ്മുടെ പടിവാതിൽ എത്തിക്കഴിഞ്ഞു. അതേപോലെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇന്ന് കഴിഞ്ഞ ദിവസം എന്നോട് ഒരു അധ്യാപകൻ, പത്തനംതിട്ട ജില്ലയിലെ ഒരു അധ്യാപകൻ പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു തോന്നിയാസം കാണിച്ചപ്പോൾ അദ്ദേഹം 2 അടി കൊടുത്തിട്ട് നിന്റെ അച്ഛനോട് ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞപ്പം ആ പെൺകുട്ടി പറഞ്ഞത്രേ, സാറ് ചെന്ന് പറ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിന്റെ അച്ഛന് നിനക്ക് ഭയമില്ലേ? സാറ് പറയാനല്ലേ പറഞ്ഞത്? ഒന്നുകൂടെ ധാർഷ്ട്യത്തോട് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എന്താ നീ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചപ്പം 9ാം ക്ലാസ്
ക്ലാസ്സുകാരി പറയുക അത്രേ, സാർ ഇത് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ എന്നോട് ചോദിക്കാൻ വരുമ്പം എൻ്റെ അച്ഛൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന പീഡനം കൃഷിയാക്കിക്കൊണ്ട് യാതൊരു വിധത്തിലുള്ള എളിഭ്യതയും ഇല്ലാതെ കണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാനായിട്ട് കേരളത്തിന്റെ സ്ത്രീ സമൂഹം അധപ്പതിച്ചിരിക്കുന്നു. അതാ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു ബസ്സിൽ വെച്ച് ദീപക് എന്ന് പറയുന്ന ഒരു പയ്യൻ അവന്റെ വീഡിയോ എടുത്തിട്ട് വൈറലാകാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി അതിനെ കൊലയ്ക്ക് കൊടുത്ത കാര്യം നമ്മൾ കണ്ടതാണ്. ഇതേപോലെയൊക്കെയുള്ള ജന്മങ്ങള് നമ്മളുടെ ഒക്കെ വീടുകളിൽ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഭഗവാൻ ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തില് പറയുന്നു, സ്ത്രീകളിലെ സപ്തശക്തികൾ ഞാനാണ്. 7 ശക്തികൾ സ്ത്രീകളിലുള്ള കീർത്തി, ക്ഷമ, ധൈര്യം, ധൃതി തുടങ്ങി വരുന്ന ഈ പറയുന്ന സപ്തശക്തികൾ ഞാനാകുന്നു. കുശുമ്പും കുന്നായ്മയും അസൂയയും എന്താ പറയുക, ഇതൊന്നും ഞാനാണെന്ന് ഭഗവാൻ പറഞ്ഞില്ല. മറിച്ച് സ്ത്രീകളിൽ അടങ്ങിയിരിക്കുന്ന സപ്തശക്തി ഞാനാണ് എന്ന് പറഞ്ഞു. സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടിയ ഏക ഒരു എന്താ പറയുക രൂപം അല്ലെങ്കിൽ ഭഗവാന്റെ സൃഷ്ടി സ്ത്രീയാണ്. ഇത്ര വലിയ ഒരു കരുത്തുള്ള ഉൾക്കരുത്തുള്ള ഒരു വനിതയ്ക്ക് ഈ ഭാരത രാഷ്ട്രത്തെ നയിക്കുവാനായിട്ട് നിഷ്പ്രയാസം സാധിക്കും. അതേപോലെയുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള നവയുഗ ശില്പികളായിട്ടുള്ള വീരാംഗനമാരെ സൃഷ്ടിച്ച് ഈ ഭാരതത്തിന്റെ രാജനൈതിക രംഗത്ത് അവരെ എത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു വലിയ ലക്ഷ്യബോധം കൂടിയിട്ട് ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് അതിന്റെ 100-ാം വർഷത്തില് ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ വരുന്ന വർഷത്തിലെ അവരുടെ ഇലക്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സംഘം അടുത്ത തലമുറയെ കുറിച്ച് സംസാരിക്കുകയും ചിന്തിക്കുകയും അവരെ ഉയർത്തേണ്ടുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ച് വിശകലനം ചെയ്ത് അവരെ നേർവഴിക്ക് നയിക്കുന്നുണ്ടെന്ന ആ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിന്റെ ഫലം കൂടിയായിട്ടാണ് ഇതേപോലെയുള്ള സമ്മേളനങ്ങളിൽ ഈ പറയുന്ന ആ കുടുംബ പ്രബോധൻ പോലെയുള്ള വിഷയങ്ങളും അല്ലെങ്കിൽ അമ്മമാരോട് സംസാരിക്കലും ഒക്കെ നടക്കുന്നത്. എന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കൊരു സന്ദേശം പോലെ നിങ്ങളോട് പറയാനുള്ളത്, മക്കളെ, മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയുണ്ട്, അത് മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഇനി നവോത്ഥാനത്തിന്റെ പുറകെ നടന്ന് ഉപ്പുപാവ പോലെയാകുന്ന നമ്മുടെ പെൺമക്കള്, ആ പെൺമക്കളോടും ആൺമക്കളോടും നമ്മള് ആ കവിത പാടി പഠിക്കാൻ പറയണം. എന്താണെന്നല്ലേ, നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി, ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടുള്ളുണ്ണി, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടലുണ്ണി. നമ്മുടെ മക്കള് വരുന്ന കാലഘട്ടത്തിന്റെ അഹല്യമാരാകണം, റാണി ദുർഗമാരാകണം, ലക്ഷ്മിഭായിമാരാകണം, ഈ ഭാരതത്തെ നയിക്കുന്ന വീരാങ്കനമാരാകണം. അതേപോലെയുള്ള ശിവജി മഹാരാജിന്റെ പിൻതലമുറക്കാരായിട്ടുള്ള യുവതലമുറ നമുക്കുണ്ടാകണം. അതിനുവേണ്ടിയാകണം ഇതേപോലെയുള്ള ഓരോ ഏകതാ സമ്മേളനങ്ങളും. ചെറിയ നാളുകളിലൊക്കെ ഞങ്ങൾ പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ ഈരടികള് ഇന്ന് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിതായിരുന്നു, എന്താണെന്നോ, അതായത് എന്റെ നാടിന്റെ നാവണങ്ങിയാൽ ലോകം ശ്രദ്ധിക്കുന്ന കാലം വരുമത്രേ. വരും വരും നൂനം, എൻ നാടിൻ നാവണങ്ങിയാൽ ലോകം ശ്രദ്ധിക്കും കാലം വരും. വരും വരും നൂനം, എൻ നാടിൻ പാവന പതാക 7 അലയാഴിമേൽ പാറിടും കാലം വരും. പ്രിയപ്പെട്ടവരെ, എന്റെ നാടിന്റെ നാവണങ്ങിയാൽ ലോകം ശ്രദ്ധിക്കുന്ന ഭാരതം എന്താണെന്ന് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാലം വരുമെന്ന് കുട്ടിയായ ഞങ്ങൾ പാടി പഠിച്ചു. ഇന്ന് അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് എന്താണ് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും എന്താണ് ഭാരതത്തിന്റെ അഭിപ്രായമെന്ന് ലോക രാജ്യങ്ങൾ ശ്രദ്ധിക്കുന്ന തരത്തിൽ, ഭാരതത്തിന്റെ അഭിപ്രായത്തിന് വില കൊടുക്കുന്ന തരത്തിൽ നമ്മുടെ രാജ്യം അങ്ങനെ എന്താ പറയുക, ലോകം മുഴുവൻ വിശ്വവിഖ്യാതമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചു എന്നുള്ള ഭാഗ്യം. വരും വരും നൂനം, എൻ നാടിൻ പാവന പതാക 7 അലയാഴിമേലും പറക്കുന്ന കാലം വരും. എന്റെ ഭാരതത്തിന്റെ പതാക ഇന്ന് എല്ലാ സമുദ്രങ്ങളുടെയും മേലെ പറക്കുന്നു. എല്ലാ രാജ്യങ്ങളും എന്റെ രാജ്യത്തെ കുറിച്ച് സംസാരിക്കുന്നു, എന്റെ രാജ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നു. ഇതിന്റെയൊക്കെ കാരണം എന്റെ പ്രസ്ഥാനമാണ്. എന്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന എന്റെ പ്രസ്ഥാനമാണ്. ആ
പ്രസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിൽ പോകുന്ന ഈ രാജ്യത്ത് നിങ്ങൾ കൂടെയുണ്ട് എങ്കിലും ഇല്ല എങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാവലാളായി ഹിമവാന്റെ കരുത്തോടെ ആ പ്രസ്ഥാനം അടുത്ത 100 വർഷത്തേക്കുള്ള കുതിപ്പിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അത് നന്നായിട്ട് ഓർമ്മ വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ നിലനിർത്തിക്കൊണ്ട് നല്ല മക്കളെ, ഭാവി തലമുറയെ ഒരു സുശക്തമായിട്ടുള്ള ഭരണ സംവിധാനത്തിലൂടെ ഹിന്ദു സമാജത്തെ കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. വന്ദേ മാതരം.